ഇന്ന് നമുക്ക് ദുർലഭ് പ്രസാദ് കി ദൂസരി ഷാദി എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, സ്ത്രീകളില്ലാത്ത വീട്. അവിടുത്തെ പയ്യനാണെങ്കിൽ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയാ. എന്നാൽ ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു തരണമെങ്കിൽ വീട്ടിലൊരു സ്ത്രീയില്ലാതെ പറ്റില്ലെന്നും പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നു. മാമനും വിവാഹം കഴിച്ചിട്ടില്ല. ജാതകപ്രകാരം മാമനൊരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ ആ പെണ്ണ് മരിക്കുമത്രേ. എന്നാൽ മകനാണെങ്കിലോ തന്റെ 60 വയസ്സുള്ള അച്ഛനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാനായും തീരുമാനിക്കുകയാണ്. പിന്നീട് നടന്നതോ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. 60 വയസ്സുള്ള അച്ഛന് പെണ്ണ് സെറ്റായോ, മകന്റെ വിവാഹം നടന്നോ എന്നൊക്കെ അറിയണ്ടേ. എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ ആരംഭിക്കുന്നത് നായകനായ പ്രസാദിനെ കാണിച്ചുകൊണ്ടാണ്. പ്രസാദ് ഒരു സലൂൺ നടത്തുകയാണ്. പതിവ് പോലെ സലൂണിൽ നിന്നും വീട്ടിലേക്ക് എത്തുകയാണ് പ്രസാദ്. പ്രസാദിന്റെ വീട്ടില് മകനായിട്ടുള്ള മുരളിയും പിന്നെ ഭാര്യയുടെ സഹോദരനായിട്ടുള്ള ശേഖറുമാണുള്ളത്. പ്രസാദിന്റെ ഭാര്യ 20 വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു പോയി. അന്ന് മുതൽ ഒരു സിംഗിൾ ഫാദറായി നിന്നുകൊണ്ട് മുരളിയെ പ്രസാദാണ് വളർത്തുന്നതും. മാത്രവുമല്ല, ഭാര്യയുടെ മരണശേഷം ഭാര്യയുടെ ഒരേ ഒരു സഹോദരനായ ശേഖറിനെയും തനിക്കൊപ്പം കൊണ്ടുവന്ന് നിർത്തുകയാണ് പ്രസാദ് ചെയ്തതും. എന്നാൽ ഈ ശേഖറാണെങ്കിലോ വിവാഹപ്രായം കഴിഞ്ഞിട്ടും ഇതുവരെയും വിവാഹം കഴിച്ചിട്ടേയില്ല. കാരണം ശേഖറിന്റെ ജാതകത്തിൽ ഒരു പ്രശ്നമുണ്ട്. ശേഖർ ഏത് പെൺകുട്ടിയെ വിവാഹം കഴിച്ചാലും അവർ ആദ്യ രാത്രി തന്നെ മരണപ്പെട്ടു പോകും. അതാണ് ശേഖറിന്റെ ജാതകത്തിലെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫാമിലിയിൽ സ്ത്രീകളെ ഇല്ല എന്ന് തന്നെ പറയാം. 3 പുരുഷന്മാരും ചേർന്ന് അവരവർക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ അവരവർ തനിയെ വേവിച്ചും കഴിച്ചൊക്കെയാണ് ജീവിക്കുന്നത്. എന്നാൽ മറ്റൊരു വശത്ത് കോളേജിൽ പഠിക്കുന്ന പല്ലവി എന്ന പെൺകുട്ടിയെ കാണിക്കുന്നു. പല്ലവി രാവിലെ തന്നെ കോളേജിലേക്ക് പോകുവാനായിട്ട് റെഡിയാവുകയാണ്. അമ്മയോട് വന്നിട്ട് കാശ് ചോദിക്കുമ്പോഴോ എന്റെ കയ്യിൽ കാശില്ല, നീ അച്ഛനോട് ഫാക്ടറിയിൽ പോയി കാശ് ചോദിക്കുവാനായിട്ടും അമ്മ പറയുന്നു. പല്ലവിയുടെ കുടുംബം ആ നാട്ടില് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുടുംബമാണ്. മാത്രമല്ല നല്ല സാമ്പത്തിക സ്ഥിതിയുമുണ്ട്. പല്ലവിയുടെ അച്ഛനാണെങ്കിലോ ഈ ജാതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാ. അവരുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് അംഗങ്ങളുണ്ട്. ചേട്ടൻ, ചേട്ടത്തി, മുത്തശ്ശി അങ്ങനെ വലിയൊരു കുടുംബമായിട്ടാണ് അവർ കഴിയുന്നതും. പല്ലവി നേരെ അച്ഛന്റെ ഫാക്ടറിയിലേക്കും എത്തുന്നുണ്ട്. അച്ഛനോട് കാശ് ചോദിക്കുമ്പോഴോ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ കാശ് വാങ്ങുന്നതിനോടൊക്കെയാണ് പല്ലവിക്ക് താല്പര്യം എന്നൊക്കെ പറഞ്ഞ് അവളെ ഒരുപാട് വഴക്ക് പറയുന്നു. അവൾക്ക് സങ്കടമാവുകയാണ്. നേരെ ഒരു ക്ഷേത്രകുളത്തിലേക്ക് വന്നിരിക്കുകയും ചെയ്യും. അതേസമയം പല്ലവിക്കടുത്തേക്ക് മുരളി എത്തുന്നു. അതെ, പല്ലവിയും മുരളിയും തമ്മിൽ പ്രണയത്തിലാണ്. രണ്ടുപേരും സംസാരിക്കുന്നതെല്ലാം പല്ലവിയുടെ അച്ഛന്റെ PA ആയിട്ടുള്ള ഒരാൾ കാണുകയാണ്. അയാൾ കണ്ടതും പല്ലവി തന്നെ ഷോക്കായി നോക്കി നിൽക്കുന്നു. അതേ സമയം തന്നെയായിരുന്നു പ്രസാദും അവിടേക്ക് വരുന്നത്. പ്രസാദും മുരളിയും പല്ലവിയും തമ്മിൽ സംസാരിക്കുന്നത് കാണുന്നു. അതോടുകൂടി അവർ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യം പല്ലവിയുടെ അച്ഛന്റെ PAയ്ക്കും പ്രസാദിനും മനസ്സിലായി. വീട്ടിലേക്കെത്തിയ മുരളിയോട് നീയും ആ പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലാണോ എന്നൊക്കെ പ്രസാദ് ചോദിക്കുന്നു. അവൾ വലിയ കുടുംബത്തിലുള്ള പെൺകുട്ടിയാ, വല്ലാതെ പ്രശ്നമാകുമെന്നൊക്കെ അച്ഛൻ ഉപദേശിക്കുന്ന സമയത്ത് അതൊന്നും ഉണ്ടാകില്ല എന്നാണ് മുരളി പറയുന്നതും. എന്നാൽ അതേ സമയമായിരുന്നു പല്ലവിയുടെ അച്ഛന്റെ PA അവിടേക്ക് വരുന്നത്. നീയാണോ മുരളി? നീ ഞങ്ങളുടെ പെൺകുട്ടിയെ വളയ്ക്കുകയാണോ എന്ന് ചോദിച്ച് അവനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു. കൊണ്ടുവന്നിരിക്കുന്നത് പല്ലവിയുടെ വീട്ടിലേക്കും. പല്ലവിയും മുരളിയും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യം പല്ലവിയുടെ വീട്ടിൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരുന്നു. വീട്ടിൽ നിന്ന വേഷത്തിലാണ് മുരളി അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കാണുന്ന പല്ലവിയുടെ അച്ഛൻ, ദേ നോക്ക്, നല്ല വേഷം പോലും ധരിക്കാത്ത ഇവനെയാണോ നീ പ്രണയിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനെയാണ് എനിക്കിഷ്ടം, ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അവനെ മാത്രമേ വിവാഹം കഴിക്കൂ പല്ലവി പറയുന്നു. എന്നാൽ അച്ഛനാണെങ്കിൽ അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. പല്ലവിയുടേത് വലിയ കൂട്ടുകുടുംബമായതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീകൾ അവിടെയുണ്ടല്ലോ. സ്ത്രീകൾ എല്ലാവരും ചേർന്ന് പല്ലവിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങളൊന്ന് ആ പയ്യനോട് സംസാരിക്കട്ടെ എന്നും പല്ലവിയുടെ മുത്തശ്ശിയും ചേട്ടത്തിയും ഒക്കെ പറയുന്നു. അങ്ങനെ അവനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഞങ്ങളുടെ മകളെ നിനക്ക് വിവാഹം കഴിപ്പിച്ചു തന്നാൽ നീ അവളെ നന്നായിട്ട് നോക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ, ഞാൻ നന്നായിട്ട് നോക്കും. എൻ്റെ ഫാമിലിയിൽ സ്ത്രീകളെ ഇല്ല, ഇവളാണ് എൻ്റെ വീട്ടിലേക്ക് വന്നു കയറാൻ പോകുന്ന മഹാലക്ഷ്മി എന്ന് മുരളി പറയുമ്പോഴോ അതത്രയ്ക്കും അവിടെ ആർക്കും ഇഷ്ടമായതേയില്ല. നിന്റെ വീട്ടിൽ സ്ത്രീകളാരുമില്ലെന്നോ? അപ്പോൾ ഞങ്ങളുടെ മകൾ അവിടേക്ക് വന്ന് അവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവൾ ആരോട് തുറന്നു പറയും? ഒരു സ്ത്രീക്ക് സപ്പോർട്ട് ചെയ്ത് മറ്റൊരു സ്ത്രീ തന്നെ വേണ്ടേ എന്നും മുത്തശ്ശി പറയുന്നു. അതിന് സത്യത്തിൽ മുരളിക്ക് മറുപടിയില്ലായിരുന്നു. അവിടെ നിന്നും അച്ഛന്റെ സലൂണിലേക്ക് എത്തിയ മുരളിയാണെങ്കിൽ അവളുടെ വീട്ടുകാർ വിവാഹത്തിന് സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ സീനുണ്ടാക്കുന്നു. അതേസമയം മുരളിയെ കാണുവാൻ വേണ്ടിയിട്ട് പല്ലവി എത്തുകയാണ്. വിവാഹത്തിന് നിന്റെ വീട്ടുകാർ സമ്മതിച്ചു എന്ന് മുരളി ചോദിക്കുമ്പോൾ മുത്തശ്ശിയും ചേട്ടത്തിയും അമ്മയും ചേർന്ന് അച്ഛനെ ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അച്ഛൻ വിവാഹത്തിന് സമ്മതിക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്, നിന്റെ കുടുംബത്തിൽ ഒരു സ്ത്രീ വരണമെന്ന്. അതിന് മറുപടിയായിട്ട് മുരളി പറയുന്നത് വാടകയ്ക്ക് ഏതെങ്കിലും സ്ത്രീയെ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല,
നിന്റെ ബന്ധുവായിട്ടൊരു സ്ത്രീ നിന്റെ കുടുംബത്തിൽ വേണം. അത് ചിലപ്പോൾ നിന്റെ മാമിയാകാം, നിന്റെ സ്റ്റെപ്പ് മം ആകാം, അങ്ങനെ ഏതെങ്കിലും ആകാമെന്നും പല്ലവി പറയുമ്പോൾ, എന്താ നീ ഉദ്ദേശിക്കുന്നത്? എന്റെ അച്ഛനെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കണമെന്നാണോ? അങ്ങനെയല്ല, നിന്റെ മാമൻ അവിടെ നിൽക്കയില്ലേ, മാമനെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കാമല്ലോ എന്നും പല്ലവി പറയുന്നു. ഇവർ രണ്ടുപേരും ഓരോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല്ലവി ഉറപ്പിച്ചു തന്നെ പറയും, നിന്റെ കുടുംബത്തില് ഒരു സ്ത്രീ ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കത്തേയില്ല. എന്റെ വീട്ടുകാർ മാത്രമല്ല, എനിക്കും അതിന് സമ്മതമില്ല എന്നും പല്ലവി മുഖത്ത് നോക്കി പറയും. പല്ലവി പറഞ്ഞ കാര്യമൊക്കെ മുരളി വന്ന് തന്റെ അച്ഛനോടും മാമനോടും പറയുന്നു. മുരളി മാമനെ ഒരുപാട് നിർബന്ധിക്കുകയാണ് മറ്റൊരു വിവാഹം കഴിക്കാൻ. നീ എന്തറിഞ്ഞുകൊണ്ടാ പറയുന്നത്? മാമന്റെ ജാതകത്തിൽ ഒരു പ്രശ്നമില്ലേ? ഏത് പെൺകുട്ടിയെ വിവാഹം കഴിച്ചാലും അവർ മരണപ്പെട്ടു പോകുമെന്ന്. പിന്നെ നീ എന്തിനാ മാമനെ നിർബന്ധിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അച്ഛൻ വിവാഹം കഴിക്കുമോ എന്നും മുരളി ചോദിക്കുന്നു. എന്നാൽ പ്രസാദ് ആണെങ്കിലോ വിവാഹം കഴിക്കുവാനായിട്ട് തയ്യാറാകുന്നതേയില്ല. നിന്റെ അമ്മ മരിച്ചിട്ട് 20 വർഷമായെങ്കിലും 20 വർഷമായിട്ടും ഞാൻ നിന്റെ അമ്മയെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. അവളെ ചതിക്കുവാനായിട്ട് എനിക്ക് കഴിയില്ല എന്ന് പ്രസാദ് ഉറപ്പിച്ചു തന്നെ പറയുന്നു. മുരളി എത്ര തന്നെ നിർബന്ധിച്ചിട്ടും പ്രസാദ് വഴങ്ങുവാനായിട്ട് കൂട്ടാക്കുന്നതേയില്ല. അങ്ങനെ പ്രസാദ് ആണെങ്കിലോ മാമനെയും കൂട്ടി അടുത്ത ദിവസം പല്ലവിയുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് വിവാഹത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ്. നമ്മൾ രണ്ടും ഒരേ ജാതിയും ഒരേ മതവുമല്ലേ, അത് നോക്കിയെങ്കിലും വിവാഹം നടത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ, ഒരു സ്ത്രീ ഇല്ലാതെ ആ വീട്ടിലേക്ക് ഞാൻ എൻ്റെ മകളെ അയക്കത്തേയില്ല എന്ന് തന്നെ അച്ഛൻ ഉറപ്പിച്ച് പറയുന്നു. എൻ്റെ ഭാര്യ മരിച്ചിട്ട് 20 വർഷമായി, മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കുവാനേ എനിക്ക് കഴിയത്തില്ല. അതുകൊണ്ടൊരു വിവാഹവും എനിക്ക് പറ്റത്തില്ല എന്ന് പ്രസാദ് പറയുമ്പോഴോ, എന്നാൽ പല്ലവിയുടെ അച്ഛനാണെങ്കിലോ, എന്റെ മകളെ അവിടേക്ക് താൻ വിവാഹം കഴിപ്പിച്ച് തരണമെങ്കിൽ അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരിക്കണമെന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നു. സങ്കടത്തിലാണ് പ്രസാദ് വീട്ടിലേക്ക് എത്തുന്നതും. വീട്ടിലേക്ക് എത്തുന്ന പ്രസാദിനെ കാണുന്ന മുരളിക്ക് എന്തായിരിക്കും പല്ലവിയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെയല്ലേ പറഞ്ഞത്, ഒരു കാര്യം ചെയ്, അച്ഛൻ എങ്ങനെയെങ്കിലും ഒരു വിവാഹം കഴിക്കേ, എന്നിട്ട് എന്റെ വിവാഹം കഴിഞ്ഞ ഉടനെ അച്ഛൻ ആ സ്ത്രീയെ ഡിവോഴ്സ് ചെയ്തോ, അതിനൊരു കുഴപ്പവുമില്ല എന്നൊക്കെ മുരളി പറയുന്നു. എന്നാൽ അന്നേ ദിവസം രാത്രി പ്രസാദിന് ഉറങ്ങുവാനേ കഴിഞ്ഞില്ല. തന്റെ അളിയനടുത്തേക്ക് എത്തുകയാണ് പ്രസാദ്. 20 വർഷമായി തന്റെ ഭാര്യ മരിച്ചിട്ടും ഇന്നും അവളെ ഓർത്തുകൊണ്ടാണ് താൻ ജീവിക്കുന്നത്. മാത്രമല്ല തന്റെ സ്വപ്നത്തിലും അവൾ വരാറുണ്ട് എന്നുള്ള കാര്യമൊക്കെ പ്രസാദ് പറയുന്നു. അതേസമയം അളിയൻ പ്രസാദിനെ ഒരുപാട് നിർബന്ധിക്കും. അളിയന്റെ നിർബന്ധത്തിന് വഴങ്ങി പ്രസാദ് വിവാഹം കഴിക്കുവാനേയും തീരുമാനിക്കുകയാണ്. അളിയൻ എങ്ങനെയാണ് നിർബന്ധിച്ചതെന്നാൽ, രണ്ടുപേരും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത്, ദേ അവിടെ നോക്കി, ഒരു ഇല അനങ്ങുന്നത് കണ്ടോ, എന്റെ സഹോദരി എന്റെ അടുത്തേക്ക് വരിക, അവൾക്ക് വിവാഹത്തിന് താല്പര്യമുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ദേ നോക്ക്, ചേച്ചി എന്നോട് സംസാരിക്കുന്നുണ്ടെന്നൊക്കെ അളിയൻ ചുമ്മാ ഒരു ഡ്രാമ ഇറക്കും. ആ ഡ്രാമ സത്യത്തിൽ പ്രസാദും അങ്ങ് വിശ്വസിച്ചു. കാരണം ഈ പ്രസാദ് സ്വപ്നത്തിൽ ഇടയ്ക്കിടയ്ക്ക് തന്റെ ഭാര്യയെ കാണാറുണ്ടല്ലോ, അതുപോലെയാണെന്നും പ്രസാദ് അങ്ങ് കരുതി. അങ്ങനെ വിവാഹത്തിന് സമ്മതിക്കുക. മുരളിക്കും ഒരുപാട് സന്തോഷമായി. പ്രസാദിന് വേണ്ടിയിട്ട് ഒരുപാട് പെണ്ണ് നോക്കും, പക്ഷേ ഒന്നും സെറ്റാകുന്നതേയില്ല. ഒടുവിൽ ഒരാലോചന ഓക്കെയായി. പെണ്ണ് കാണുവാൻ വേണ്ടിയിട്ട് മുരളിയും പിന്നെ അളിയനും ചേർന്ന് പ്രസാദിനെ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. പെണ്ണിനെ കണ്ടതും പ്രസാദിന്റെ കിളി പോയി. കാരണം ഏകദേശം ഗുണ്ടകളെ പോലെയായിരുന്നു അതിന്റെ പെരുമാറ്റവും. മാത്രവുമല്ല പലിശയ്ക്ക് കാശ് കൊടുക്കുകയാണ്. കാശ് തരാത്തവരുടെ വീട്ടിൽ പോയി പ്രശ്നമുണ്ടാക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പ്രസാദ് ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പുറത്തേക്ക് വന്ന പ്രസാദ്, ഇനി നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പെണ്ണ് നോക്കണ്ട, എനിക്ക് വേണ്ടിയിട്ടുള്ള പെണ്ണിനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പ്രസാദ് അവിടെ നിന്നും പോകുന്നു. നേരെ ഒരു ക്ഷേത്രത്തിലേക്കാണ് എത്തുന്നത്. അവിടെ വന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. എനിക്ക് വിവാഹം കഴിക്കണമെന്നൊന്നും ഒരു താല്പര്യവുമില്ല, പക്ഷേ എൻ്റെ മകന്റെ വിവാഹം നടക്കണമെങ്കിൽ എൻ്റെ വിവാഹം കഴിയണം. അതിനു വേണ്ടിയിട്ട് നല്ലൊരു പെണ്ണിനെ എനിക്ക് കാണിച്ചു തരണമേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന സമയത്തായിരുന്നു പ്രസാദിന്റെ ദേഹത്തേക്ക് ഒരു സ്ത്രീ വന്ന് തട്ടുന്നത്. ആ സ്ത്രീയെ കാണുന്ന പ്രസാദ് ബിന്ദു എന്ന് വിളിക്കുന്നു. പ്രസാദിനെ കണ്ടതും ആ സ്ത്രീയും എന്തോ പറയുവാനായിട്ട് ആഗ്രഹിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പ്രസാദ് ആണെങ്കിലോ ദൈവത്തിനോട് നന്ദി പറയുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ഉടനെ തന്നെ എനിക്കൊരു പെണ്ണിനെ കാണിച്ചു തന്നില്ലേ, ഇനി അവളെ ഞാൻ നന്നായി നോക്കിക്കൊള്ളാമെന്നും പ്രസാദ് പ്രാർത്ഥിക്കുകയാണ്. അന്നേ ദിവസം രാത്രി ബിന്ദുവിനെ കുറിച്ച് തന്റെ അളിയനോട് വന്നെന്ന് സംസാരിക്കുകയാണ് പ്രസാദ്. അടുത്ത ദിവസം പ്രസാദ് നേരെ പോകുന്നത് ബിന്ദുവിനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. ബിന്ദു ഒരു സ്കൂളിലെ ടീച്ചറാ. ആ ഗ്രാമത്തിലുള്ള കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ബിന്ദുവിനെ കാണുവാൻ വേണ്ടിയിട്ട് പ്രസാദ് എത്തിയത്. എന്താ ബിന്ദു, എന്നെ അറിയത്തില്ലേ? അതോ ഇന്നലെ കണ്ടപ്പോൾ മൈൻഡ് ചെയ്യാതെ പോയതുപോലെ ഇന്നും അങ്ങനെ പോകുമോ എന്ന് ചോദിക്കുമ്പോൾ ബിന്ദു ചിരിച്ചുകൊണ്ട് ഇല്ല എന്ന് മറുപടി പറയുന്നു. എന്നിട്ട് ബിന്ദുവും പ്രസാദും പരസ്പരം ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുവാനായും ആരംഭിച്ചു. അതിൽ നിന്നും
ഇവർ രണ്ടുപേരും ഒരേ കോളേജിൽ പഠിച്ചതാണെന്നും പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ബിന്ദു നേരെ അമേരിക്കയിലും പോയി സെറ്റിലായി. ദേ ഇപ്പോൾ അമേരിക്കയിലെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നിട്ട് ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുത്ത് ഇവിടുത്തെ നാട്ടിൽ തന്നെ ജീവിക്കാമെന്നാണ് ബിന്ദു തീരുമാനിച്ചിരിക്കുന്നതെന്നും പ്രസാദ് അറിയുന്നു. മാത്രമല്ല പ്രസാദ് തന്റെ വിവാഹം കഴിഞ്ഞിരുന്നുവെന്നും 20 വർഷങ്ങൾക്ക് മുൻപ് തന്റെ ഭാര്യ മരണപ്പെട്ടു, ഒരു മകനുണ്ട് മുരളി, അവന്റെ കാര്യം നോക്കി താൻ ജീവിക്കുകയാണെന്നും മാത്രമല്ല മുരളിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, അവളെ വിവാഹം കഴിക്കണമെങ്കിൽ താനും മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞ കാര്യവുമൊക്കെ പ്രസാദ് ബിന്ദുവിനോട് പറയുന്നു. അങ്ങനെ അവർ പഴയ കോളേജ് കാലഘട്ടത്തിന്റെ ഓർമ്മകളെല്ലാം പുതുക്കുകയാണ്. അതിനുശേഷം അവർ നേരെ പോകുന്നത് അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിലേക്കാ. അവിടെ രണ്ടുപേരും കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെയായിരുന്നു അതേ റെസ്റ്റോറന്റിലേക്ക് മുരളിയും പല്ലവിയും എത്തുന്നത്. അവർ രണ്ടുപേരും അച്ഛന് പെണ്ണ് സെറ്റാകുന്നതിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയം തന്നെയായിരുന്നു മുരളി അച്ഛനും ബിന്ദുവും ഇരുന്ന് സംസാരിക്കുന്നത് കാണുന്നതും. അത് കണ്ട് മുരളി ഓടിച്ചെന്ന് അച്ഛനടുത്ത് വന്ന് നന്ദി പറയുകയാണ്. എടാ ഇതല്ല, എന്റെ ഫ്രണ്ടാണെന്ന് പ്രസാദ് പറയുവാനായി തുടങ്ങുമ്പോഴോ അത് കേൾക്കുവാനൊന്നും മുരളി കൂട്ടാക്കുന്നതേയില്ല. എല്ലാവരോടും ചേർന്ന് നിന്ന് സെൽഫി എടുത്തിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പല്ലവിയും മുരളിയും അവിടെ നിന്ന് പോകുന്നു. അന്നേ ദിവസം മുഴുവനും ബിന്ദുവും പ്രസാദും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. പ്രസാദിനൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നത് ബിന്ദുവിന് ഒരുപാട് ഇഷ്ടമായി. പ്രസാദ് ബിന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇനിയൊരു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമേ ഇല്ല, വിവാഹമേ വെറുത്തിട്ടാണ് ഞാൻ അമേരിക്കയിലേക്ക് പോയതെന്നുള്ള കാര്യവും ബിന്ദു പറയും. അത് കേട്ട് പ്രസാദിന് ഒരുപാട് സങ്കടമാവുകയാ. അങ്ങനെ വാലന്റൈൻസ് ഡേ എത്തുകയാണ്. മുരളി പ്രസാദിനെ നന്നായിട്ട് ഒരുക്കിയിട്ട് ഇന്ന് ബിന്ദുവിനെ പ്രപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാ. എന്നാൽ ബിന്ദുവിനടുത്തേക്ക് എത്തിയ പ്രസാദിന് ബിന്ദുവിനെ പ്രപ്പോസ് ചെയ്യുവാനൊക്കെ നല്ല പേടിയും ടെൻഷനും. അതേസമയം അവരിയ്ക്കുന്ന അതേ പാർക്കിലേക്ക് 2-3 പേർ വരിക. അവർ രണ്ടുപേരും വന്നിട്ട് ഈ ലവേഴ്സായിട്ടിരിക്കുന്ന എല്ലാവരെയും പിടിച്ചിട്ട് താലി കെട്ടിച്ചു വിടുന്നു. എന്നാൽ ഇത് കാണുന്ന പ്രസാദ് ആണെങ്കിലോ നേരെ അവർക്കടുത്തേക്ക് ചെന്നിട്ട്, എനിക്ക് 60 വയസ്സായി, എനിക്കൊരു കാമുകിയുണ്ട്, ഞങ്ങളെയും ഇതുപോലെ വിവാഹം കഴിപ്പിക്കുമോ എന്ന് ചോദിക്കുക. അത് കേട്ട് ആ വന്ന രണ്ടുപേരും ചിരിക്കും. അതിനുശേഷം അയാളുടെ കാമുകിയെ വിളിക്കുവാനായിട്ടും പ്രസാദിനോട് പറയുന്നു. പ്രസാദ് ബിന്ദുവിനെ അവിടേക്ക് വിളിപ്പിക്കുകയാണ്. ബിന്ദുവിനെയും പ്രസാദിനെയും താലി കെട്ടിപ്പിക്കുവാനായിട്ട് ഒരുങ്ങുന്ന സമയം തന്നെ ബിന്ദു നല്ല ബോൾഡാണല്ലോ, അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നവർക്കെതിരായിട്ട് സംസാരിക്കുകയാണ്. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ അങ്ങ് പിടിച്ച് കെട്ടിക്കുമോ, പ്രണയിക്കുവാനായിട്ട് ആർക്കും ഈ ലോകത്ത് സ്വാതന്ത്ര്യമില്ല എന്ന രീതിയിലാണ് ബിന്ദു സംസാരിക്കുന്നത്. ബിന്ദു സംസാരിക്കുന്നതെല്ലാം ആ രണ്ടുപേരിൽ ഒരാൾ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. അതോടുകൂടി വീഡിയോ വൈറലാവുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ സദാചാരക്കാർ വന്നിട്ട് എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ സദാചാരക്കാരെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണുമല്ലോ. എന്നാൽ ആ നാട്ടില് സദാചാരക്കാരാണ് അവരുടെ ഹീറോ. അതുകൊണ്ട് തന്നെ അവർക്കെതിരായിട്ട് സംസാരിക്കുന്ന എല്ലാവരെയും അവർ മോശമായിട്ടാണ് ആ നാട്ടിലുള്ളവരൊക്കെ പറയുന്നതും. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം സപ്പോർട്ട് ചെയ്യുന്നത് സദാചാരക്കാരെയും എല്ലാവരും മോശമായിട്ട് പറയുന്നത് ബിന്ദുവിനെയുമാണ്. ആ വീഡിയോ വൈറലായതോടുകൂടി പല്ലവിയുടെ വീട്ടിലുള്ള സ്ത്രീകൾ വരെ ആ ഒരു വീഡിയോ കാണുന്നു. ബിന്ദുവിനടുത്ത് വീഡിയോയിൽ പ്രസാദ് നിൽക്കുന്നത് കണ്ട്, ഈ സ്ത്രീയാണോ ഇയാൾ പ്രണയിക്കുന്നത്, ഇങ്ങനൊരു സ്ത്രീയുള്ള വീട്ടിലേക്ക് തന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കില്ല എന്നും പല്ലവിയുടെ വീട്ടുകാർ തീരുമാനിക്കുന്നു. അതേ സമയം തന്നെയായിരുന്നു പല്ലവിയുടെ വീട്ടിലേക്ക് പ്രസാദും മുരളിയും പിന്നെ പ്രസാദിന്റെ അളിയനും കൂടി എത്തുന്നത്. വിവാഹാലോചിച്ചാണ് എത്തുന്നത്. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു പല്ലവിയുടെ അച്ഛനാണെങ്കിൽ ഈ ഒരു വിവാഹം നടത്തി തരില്ല എന്നും ഫെമിനിസത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഇങ്ങനെയുള്ള ഒരു സ്ത്രീയുള്ള വീട്ടിലേക്ക് തന്റെ മകളെ അയച്ചു കഴിഞ്ഞാൽ അവളും ചീത്തയായി പോകും, അതുകൊണ്ട് പെണ്ണുങ്ങൾ ഇല്ലാത്ത വീട്ടിലേക്ക് അയച്ചു കൊടുത്താലും ഈ ഒരു സ്ത്രീയുള്ള വീട്ടിലേക്ക് അയക്കില്ല എന്ന് തന്നെ പല്ലവിയുടെ അച്ഛൻ ഉറപ്പിച്ചു പറയുന്നു. അത് കേൾക്കുന്ന മുരളിക്കാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സ്ത്രീകളില്ലാത്ത വീട്ടിലേക്ക് അവളെ വിവാഹം കഴിപ്പിച്ചു വിടുകയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും തന്റെ അച്ഛനെ ബിന്ദുവിൽ നിന്നും അകറ്റുവാനായിട്ടും മുരളി തീരുമാനിക്കുന്നു. പക്ഷേ അതെല്ലാം കേൾക്കുന്ന പ്രസാദിന് വല്ലാതെ ദേഷ്യം വരികയാണ്. നിങ്ങൾ പറയുന്ന സമയത്ത് ഞാനൊരു പെണ്ണിനെ പ്രണയിക്കണം, നിങ്ങൾ പറയുമ്പോൾ ഞാനത് ഉപേക്ഷിക്കണം, അതെങ്ങനെ ശരിയാകുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടാണ് പ്രസാദ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്. മുരളിയാണെങ്കിലോ പല്ലവിയുടെ അച്ഛന്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയ മുരളി അച്ഛനോട് ഇനി ബിന്ദുവിനോട് മേലാൽ സംസാരിക്കരുത്, അവരുമായിട്ടൊരു ബന്ധവും വേണ്ട എന്ന് പറയുന്ന സമയത്തായിരുന്നു ബിന്ദു കോള് ചെയ്യുന്നതും. ആ കോളും കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് മുരളി അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ കുറേ ആഴ്ചകൾ കടന്നുപോയി. ബിന്ദുവും പ്രസാദും തമ്മിൽ മിണ്ടുന്നതേയില്ല, രണ്ടുപേരും പരസ്പരം കാണുന്നതുമില്ല. അതുകൊണ്ട് തന്നെ പല്ലവിയുടെയും മുരളിയുടെയും വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു. അതേസമയം പല്ലവിയുടെ വീട്ടിൽ ഹൽദിയും ആഘോഷമൊക്കെ നടക്കുന്നതിനിടയിലേക്ക് പല്ലവിയുടെ അച്ഛന്റെ PA എത്തിയിട്ട് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. മുരളിയുടെ അച്ഛനാണെങ്കിൽ ആ ബിന്ദുവുമായിട്ട് ഒരു ബന്ധവുമില്ലെന്നല്ലേ പറഞ്ഞത്, ദേ നോക്ക്, അയാൾ ആ ബിന്ദുവിനടുത്ത് പോകുന്ന വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം രാത്രി ബിന്ദുവിനെ കാണുവാൻ വേണ്ടിയിട്ട് പ്രസാദ് പോകുന്ന വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. അത് കാണുന്ന പല്ലവിയുടെ അച്ഛന് വല്ലാതെ ദേഷ്യം വരികയും മുരളിയെ
വിളിച്ചിട്ട് നിന്റെ അച്ഛനോട് ആ ഒരു സ്ത്രീയുമായിട്ടൊരു ബന്ധവും വേണ്ടാന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയല്ലേ, അതുകൊണ്ട് നിന്റെയും പല്ലവിയുടെയും വിവാഹം നടക്കില്ല എന്നും ഉറപ്പിച്ചു പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്തതും. അത് കാരണം മുരളിക്ക് ദേഷ്യം വരികയും മുരളി നേരെ പ്രസാദിനടുത്തേക്ക് എത്തിയിട്ട് നിങ്ങളോട് ആ സ്ത്രീയുമായിട്ട് മിണ്ടരുത്, സഹകരിക്കരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കില്ലല്ലേ, നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞതാ, ഞാനാ ജീവിക്കാനുള്ളത്, എന്നിട്ടും നിങ്ങൾ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ, ഇത്രയും വർഷം കഴിഞ്ഞ് 10-60 വയസ്സായിട്ടും നിങ്ങൾക്ക് വീണ്ടും പ്രേമമോ എന്നൊക്കെ ചോദിച്ചാണ് മകൻ അച്ഛനെ ഒരുപാട് വഴക്ക് പറയുന്നത്. എല്ലാവരുടെയും മുന്നിൽ പ്രസാദ് അപമാനപ്പെട്ടു പോയി. അതിനുശേഷം മുരളി നേരെ പോകുന്നത് ബിന്ദുവിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അച്ഛനോടൊരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും അച്ഛനുമായിട്ട് സഹകരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് ബിന്ദു കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അന്ന് രാത്രി ബിന്ദുവിനെ കാണുവാൻ വേണ്ടിയിട്ട് പ്രസാദ് ചെന്നിരുന്നത് ബിന്ദുവിനോട് അവസാനമായിട്ട് ഗുഡ് ബൈ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. തന്റെ ഫാമിലിയിൽ നടന്ന സകല കാര്യങ്ങളും ബിന്ദുവിനോട് പ്രസാദ് തുറന്നു പറയുന്നു. മാത്രവുമല്ല അവിടെ മറ്റൊരു ട്വിസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. എന്തെന്നാൽ സത്യത്തിൽ ഈ പ്രസാദും ബിന്ദുവും കോളേജിൽ പഠിക്കുന്ന സമയത്ത് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നെന്നല്ലേ പറഞ്ഞത്? അല്ലായിരുന്നു. ഇവർ രണ്ടുപേരും ജീവന് തുല്യം പ്രണയിച്ചിരുന്നവരാണ്. എന്നാൽ പ്രസാദിന്റെ വീട്ടില് പ്രസാദിന്റെ അച്ഛനാണെങ്കിൽ ബിന്ദുവുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചതേയില്ല. അതിൽ മനംനൊന്താണ് ബിന്ദു അമേരിക്കയിലേക്ക് പോയതും വിവാഹം കഴിക്കാതെ നിൽക്കുന്നതും എന്നുള്ള കാര്യമൊക്കെ ബിന്ദു നേരെ മുരളിയോട് തുറന്നു പറയുന്നു. അത് കേട്ടതും മുരളിക്ക് വല്ലാതെ സങ്കടം വരും. അന്ന് നിന്റെ അച്ഛനെ മനസ്സിലാക്കാതിരുന്നത് നിന്റെ മുത്തശ്ശനാണ്, എന്നാൽ ഇന്ന് നിന്റെ അച്ഛനെ മനസ്സിലാക്കാതിരിക്കുന്നത് നീയാണെന്നും കൂടി ബിന്ദു പറയുമ്പോഴോ ആകെ തകർന്നു പോയ മുരളിയാണെങ്കിലോ പുഴക്കരയിൽ വന്നിരുന്ന് കരയുകയാണ്. അതിനുശേഷം അടുത്ത ദിവസം നേരെ പോകുന്നത് പല്ലവിയുടെ വീട്ടിലേക്കും. എന്തായാലും അച്ഛനെയും ബിന്ദുവിനെയും വിവാഹം കഴിപ്പിക്കുവാനായിട്ട് താൻ തീരുമാനിച്ചു. അച്ഛന്റെ വിവാഹം നടത്തിയതിനു ശേഷം മാത്രമേ താൻ പല്ലവിയുമായിട്ട് വിവാഹം കഴിക്കൂ. ഇല്ല, നിങ്ങൾക്കതിനെതിരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് മുരളി അവിടെ നിന്ന് പോകുന്നത്. മുരളിക്ക് തന്റെ അച്ഛന്റെ മനസ്സ് മനസ്സിലായി. തന്റെ അച്ഛൻ തന്റെ പ്രണയത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ത്യാഗം ചെയ്തു എന്നൊക്കെ മുരളി ചിന്തിച്ചത് കൊണ്ടാണ് അച്ഛനെ സഹായിക്കുവാനായിട്ടും മുരളി തീരുമാനിച്ചത്. മുരളി അവിടെ നിന്നും പിന്നെ നേരെ പോകുന്നത് ബിന്ദുവിനെ കാണുവാൻ വേണ്ടിയിട്ടും. തലേ ദിവസം മുരളി വന്ന് ബിന്ദുവുമായിട്ട് പ്രശ്നമുണ്ടാക്കിയതിന് ബിന്ദുവിനോട് മാപ്പും പറയുന്നു. മാത്രവുമല്ല മുരളിയുടെ വിവാഹമൊക്കെ മുടങ്ങിയ കാര്യം ബിന്ദു അറിഞ്ഞിരുന്നല്ലോ. ബിന്ദു നേരെ എത്തുന്നത് പല്ലവിയുടെ വീട്ടിലേക്കാണ്. എന്നാൽ ബിന്ദുവിനെ കാണുന്ന പല്ലവിയുടെ അച്ഛന് വല്ലാതെ ദേഷ്യം വരും. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടല്ലേ നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഞാൻ ആരാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. സത്യത്തിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി സ്കോളർഷിപ്പ് ലഭിച്ച് അമേരിക്കയിൽ പോയ ആളാണ്. അവിടെ ഞാൻ ഒരുപാട് വർക്ക് ചെയ്ത് ഞാൻ ലക്ഷങ്ങൾ സമ്പാദിച്ചു, സ്വന്തമായിട്ട് വീടും വെച്ചു. അതിനുശേഷം ഞാനിപ്പോൾ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ സേവ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പഠിക്കാൻ കഴിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്, അവർക്കൊക്കെ സഹായം ചെയ്യണം, അവരെയൊക്കെ പഠിപ്പിക്കണം, അതാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഒരു വീഡിയോ കൊണ്ടൊന്നും ഞാൻ ആരാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. അത് കാരണം ഈ രണ്ട് കുട്ടികളുടെയും വിവാഹം നിങ്ങൾ നടത്താതിരിക്കരുത്, എന്നെ കാരണം ഈ പ്രണയ ജോഡികളെ നിങ്ങൾ പിരിക്കരുതെന്നും പറഞ്ഞിട്ടാണ് ബിന്ദു അവിടെ നിന്ന് പോകുന്നതും. ബിന്ദു പറഞ്ഞത് കേട്ട് പല്ലവിയുടെ അച്ഛന്റെ മനസ്സലിഞ്ഞു. അതോടുകൂടി അവരുടെ രണ്ടുപേരുടെയും വിവാഹം നടത്തുവാനായും തീരുമാനിക്കുകയാണ്. ആ ഒരു സന്തോഷ വാർത്ത പല്ലവി നേരെ വന്ന് മുരളിയുടെ വീട്ടിൽ വന്ന് അവതരിപ്പിക്കുന്നു. മാത്രമല്ല ഒരു കാര്യം കൂടി പല്ലവി പറയുകയാണ്. മുരളിയാണെങ്കിൽ അച്ഛന് മുന്നിൽ വെച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നു. തന്റെ അച്ഛന്റെ വിവാഹം നടത്തിയതിനു ശേഷം മാത്രമേ താൻ പല്ലവിയെ വിവാഹം കഴിക്കൂ എന്നതായിരുന്നു. അത് യഥാർത്ഥത്തിൽ നടക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് കല്യാണവും ഒരേ പന്തലിൽ നടക്കണമെന്നുള്ള കാര്യവും പല്ലവി പറയുന്നു. എന്നാൽ അപ്പോഴാണ് താൻ ഇതുവരെയായിട്ടും ബിന്ദുവിനെ ഒന്ന് പ്രപ്പോസ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പ്രസാദ് തുറന്നു പറയുന്നത്. അത് കേട്ട് എല്ലാവരും ഷോക്കാകുന്നു. അങ്ങനെ അവർ 3 പേരും ചേർന്ന് പ്രസാദിനെ നിർബന്ധിക്കുന്നത് കൊണ്ട് തന്നെ അടുത്ത ദിവസം പ്രസാദ് പോയി ബിന്ദുവിനെ പ്രപ്പോസ് ചെയ്യും. എന്നാൽ ബിന്ദുവാണെങ്കിൽ പ്രസാദിന്റെ പ്രണയം അക്സെപ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ അച്ഛന്റെയും മകന്റെയും വിവാഹം ഒരു മണ്ഡപത്തിൽ വെച്ച് നടക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ സ്ത്രീകളില്ലാത്ത വീട്ടില് ഒരു സ്ത്രീ വന്നിരിക്കുക. അതേ സമയം തന്നെയായിരുന്നു മുരളിയുടെ മാമന് ഇതുവരെയായിട്ടും വിവാഹമൊന്നും നടന്നിട്ടില്ലല്ലോ. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ജാതകപ്രകാരം പെണ്ണ് മരണപ്പെട്ടു പോകുമെന്നല്ലേ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ആ വിശ്വാസമെല്ലാം മാറ്റിവെച്ച് ജാതകത്തിലൊന്നും വിശ്വസിക്കാതെ മാമനൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരിക്കുകയാണ്. ഇവർ താമസിക്കുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലായിട്ട് ഒരു പെണ്ണ് താമസിക്കുന്നുണ്ട്. അവരെയാണിപ്പോൾ മാമൻ വിവാഹം കഴിച്ചിരിക്കുന്നതും. അങ്ങനെ ആ കുടുംബത്തിലേക്ക് 3 സ്ത്രീകൾ വന്ന് കയറുകയാ. അതോടുകൂടി സന്തോഷത്തോടു കൂടി കുടുംബം ജീവിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.